ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഓൺലൈൻ ക്ലാസ് ആണ് കേട്ടോ, ഓഫ്ലൈൻ ഉണ്ടായിരുന്നില്ല. നോന് സ്കൂളിൽ പോയതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. ക്ലാസ് 9 മണിക്കാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് ആ ടൈമിനുള്ളിൽ ചെയ്ത് തീർക്കണം എന്നാണ് ടാർഗറ്റ് ഇട്ടേക്കണത്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ചെയ്ത് തുടങ്ങട്ടെ. മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എണീക്കുമ്പോൾ തന്നെ ഇതങ്ങോട്ട് മടക്കി വെക്കാനുള്ള ടൈം അങ്ങോട്ട് കിട്ടാറില്ല. കാരണം അവൾ പോണ തിരക്ക് കാരണം എല്ലാവർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ടാവും. അപ്പോൾ അവളുടെ പുറകെയുള്ള ഓട്ടത്തിലായതുകൊണ്ട് അവൾ പോയി കഴിഞ്ഞിട്ട് പതിയെ വന്ന് ഇതെല്ലാം റിലാക്സ് ആയിട്ട് ചെയ്യാന്നുള്ളൊരു ഇതിലാണ് കേട്ടോ ഞാനിതൊക്കെ ഇപ്പം മടക്കി വെക്കണത്. അവൾക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസം ഞാൻ പയ്യെ ഇതെല്ലാം ചെയ്തിട്ടാണ് കേട്ടോ റൂമിൽ നിന്ന് ഇറങ്ങാറ്. ബെഡ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ തുണിയിരിക്കാൻ ചെന്നു. ഉമ്മി കുറച്ച് തുണികൾ വാഷ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂണിഫോമൊക്കെ ഉള്ളതുകൊണ്ട് ആ വെയിൽ വന്നിട്ടുണ്ട് നല്ലോണം. അപ്പോൾ അത് പോണേക്ക് മുന്നേ വേഗം വിരിച്ചിടണേന്. തുണി വിരിച്ച് വന്നിട്ട് ഞാൻ എല്ലാവിടെയും ഒന്ന് അടിച്ചു വാരിയിട്ടു. പെട്ടെന്ന് തന്നെ ചെയ്തിടണേ കേട്ടോ, കാരണം ക്ലാസ് കുറച്ച് കഴിയുമ്പോൾ തന്നെ തുടങ്ങും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വന്നു. അപ്പോൾ ഈ കർട്ടനൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇപ്പോഴല്ലേ കുറച്ചും കൂടി റൂമിൽ വെളിച്ചമായത്. ഞാനിതെല്ലാം എണീക്കുമ്പോൾ തന്നെ ചെയ്യണതാണ്. ഇന്നിപ്പോൾ ഷടപടേന്ന് കാര്യങ്ങൾ ചെയ്യുന്നറിഞ്ഞ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ നിന്നില്ല ആക്ച്വലി. അതാണ് കാര്യം. അപ്പോഴേക്കും ഞാൻ എൻ്റെ മോയ്സ്ചറൈസറും ലിബാമൊക്കെ എടുത്തിട്ടിട്ട് ഞാൻ വെള്ളവും നിറച്ച് വെച്ച് ക്ലാസ്സിന് കയറാണ്. ഫസ്റ്റ് അവർ സെയിൽസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ആയിരുന്നു. അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർക്കണത്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല എന്ന്. അപ്പോൾ ഇത് ഓണാക്കി വെച്ചിട്ട് ഞാൻ ഫുഡ് എടുത്ത് കഴിച്ചു. അതിനിടയ്ക്ക് ഞാൻ കുറച്ച് നോട്ട്സും കൂടി എഴുതുന്നുണ്ട്. 10 മണി വരെയായിരുന്നു എൻ്റെ ഫസ്റ്റ് സെഷൻ. അതും കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം കൂടി എഴുതാനിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഞാനൊരു ഗിവ് അവേ നടത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീക്കിൽ എന്തായാലും അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കാം. ഗിവ് അവേയുടെ ഗിഫ്റ്റ് എന്താണ്, അതിൻ്റെ റൂൾസൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ എന്തായാലും മിസ്സാക്കാണ്ട് കാണണം കേട്ടോ. ഫസ്റ്റ് ഗിവ് അവേ ആയതുകൊണ്ട് എങ്ങനെ തീരുമെന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തായാലും അപ്പോൾ നോക്കാം. എനിക്ക് ആകെ 3 hours ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ലാസ്റ്റത്തെ സെഷനിൽ ഞാൻ കയറി. അതും കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാനിരുന്നു. പിന്നെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ എണീറ്റ് വന്നപ്പോഴേക്കും ന്യൂനുവിന് വേണ്ടി നഗറ്റ്സ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റെഡിയാക്കണേന്. അപ്പോൾ അതാ ന്യൂനും ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അവൾ ഫുഡ് കഴിച്ചതിനിട്ട് ട്യൂഷനുള്ള തിരക്കിലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഒരു എൻജോയർ ഡേ ഇന്നത്തെ. അതും കഴിഞ്ഞിട്ട് എനിക്ക് നൈറ്റ് മറ്റേ ട്രെയിനിങ്ങിൻ്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നല്ലോ, അത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നോട്ട്സ് ചെയ്തലും കാര്യങ്ങളൊക്കെ ഇട്ട് ആക്ച്വലി ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നോട്ട്സ് ചെയ്തതിൻ്റെ തിരക്കിൽ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യണേ കണ്ടോളൂ. പക്ഷേ ഈ ഒരു കാര്യം ഞാൻ ഇപ്പോഴാണ് കേട്ടോ ശ്രദ്ധിച്ചത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കോഫിയൊക്കെ ഇട്ട് കുടിച്ചു. പിന്നെയും കുറച്ചും കൂടി എഴുതാനുണ്ടായി. അപ്പോൾ അതെല്ലാം എഴുതിക്കൊണ്ടിരിക്കണതിൻ്റെ ഒരു തിരക്കിലായിരുന്നു ഞാൻ. സങ്കടകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഡേ തൊട്ട് വീണ്ടും എനിക്ക് ക്ലാസ്സിൽ പോയി തുടങ്ങണം. അതായിരുന്നു എൻ്റെ മനസ്സിൽ ഫുള്ളും. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഒരു ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്ന ഡേ ഇൻ മൈ ലൈഫ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യണം. ഗിവ് അവേയുടെ വീഡിയോ ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ബൈ.